ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. നമ്മുടെ റെയിൽവേ ALP 2025 നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് ലൈവായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പേരും മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആപ്ലിക്കേഷൻ ഒരിക്കലും റിജക്റ്റ് ആവരുത്, അതൊരിക്കലും ഇൻവാലിഡ് ആയി പോകരുത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒരിക്കലും റിജക്റ്റ് ആവാതിരിക്കാനും ഇൻവാലിഡ് ആവാതിരിക്കാനും വേണ്ടതായിട്ടുള്ള കുറേ ഗൈഡൻസ് റെയിൽവേയുടെ വെബ്സൈറ്റിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവർ ഉൾപ്പെടെ അത് തന്നിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. അതുകൊണ്ടാണ് റെയിൽവേ ALP 2025 റിജക്ഷൻ അല്ലെങ്കിൽ ഇൻവാലിഡ് ആവാനുള്ള ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് എഡ്യൂക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. എന്താണ് ബേസിക്കലി നമ്മൾ അറിയേണ്ടത്, എന്തുകൊണ്ടാണ് ഇൻവാലിഡ് ആവാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണോ, നിങ്ങളുടെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്താണോ അവർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, അതായത് ഇപ്പോൾ 10th+ ITI ആണ് അല്ലെങ്കിൽ 10th+ ഡിപ്ലോമയാണ്, എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർലി ഉണ്ടായിരിക്കണം. കയ്യിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നീ നിങ്ങളുടെ പ്രൊവിഷണൽ കീ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ഔട്ട് ആയി എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗ് ഫോർ ഫൈനൽ റിസൾട്ടിന് വേണ്ടിയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യരുത്, ആർ നോട്ട് എലിജിബിൾ എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്, അത് കറക്റ്റ് ആയിരിക്കണം. അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളാം. അപ്പോൾ എഡ്യൂക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ബിഫോർ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, മെയ് 11 ആണ്. ആ മെയ് 11 മുന്നേ നിങ്ങളുടെ കയ്യിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്ത് സാധനമോ, ഈ CCAA സർട്ടിഫിക്കറ്റ് എന്താണെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മാത്രമേ, കയ്യിലുണ്ടാകുന്ന അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് വാലിഡിറ്റി എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാവൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് ആണ്. മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് എൻഷുർ ചെയ്യണം, നിങ്ങളുടെ മൈൻഡ്ലി ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു, എന്തൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ വച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ A1 കാറ്റഗറി ആണോ, നിങ്ങൾ A1 കാറ്റഗറി ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവൂ. കാരണം പിന്നെ അതൊരു എന്ത് ചെയ്യണം, വെറുതെ എന്തിനാണ് കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വെറുതെ അതിനുവേണ്ടി നിരാശ ഉണ്ടാക്കി വെക്കുന്ന എന്തിനാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കിക്കോളാം. അല്ലെങ്കിൽ അതെന്താണ്, ഇൻവാലിഡ് ആയി മാറും. ലാസ്റ്റ് എന്ത് ചെയ്യും, നിങ്ങളിപ്പോൾ ഇത്രയും എക്സാം എഴുതി പാസ്സായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എക്സാമിലേക്ക് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് A1 എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗ്ലാസസും അതുപോലെ തന്നെ നമുക്ക് എന്തും ഉണ്ടായിരിക്കണം, 6x6 വിഷനും ഉണ്ടായിരിക്കണം. 6x6 വിഷൻ, ഈ 6x6 വിഷൻ ഉണ്ടെന്നെങ്കിലും പ്രോപ്പർലി നിങ്ങൾ ഉറപ്പി വരുത്തിയാൽ മാത്രമേ ഏതിലേക്ക് അപ്ലൈ ചെയ്യാവൂ, ALPയിലേക്ക് അപ്ലൈ ചെയ്യാവൂ. അതായത് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓടിപ്പോയി ഒരു എന്ത് ചെയ്യുക, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഐ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി 6x6 ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് വരുന്ന ഒരു കാര്യമാണ് ക്രൂഷ്യൽ ഡേറ്റ്. ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെ ആയിരിക്കും, നമ്മുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ. ഞാനിവിടെ പറഞ്ഞത് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ്. അല്ലാതെ വരുന്ന നമ്മുടെ ഡോക്യുമെന്റ്സുകൾ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ OBC ആണെങ്കിൽ OBC NCL ഉണ്ട്, SC ST ആണെങ്കിൽ SC STയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, EWS ആണെങ്കിൽ EWSൻ്റെ സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യമുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പേ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് SC ST OBC EWS EBC സ്റ്റാറ്റസ് അനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ ഫീ കൺസെഷനോ അല്ല എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തിനൊക്കെയാണ് കൺസെഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ ഫീസിന് ഇളവ് വരാറുണ്ട്, അതുപോലെ റിസർവേഷന് ഇളവ് വരാറുണ്ട്, അതുപോലെ ഏജ് റിലാക്സേഷൻ ഇളവ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പേ, ഈ പറയുന്ന മെയ് 11 മുമ്പ് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫീ കൺസെഷനും റിസർവേഷനും ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തും, യു ആർ ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. എന്തായി പോവും, ജനറൽ കാൻഡിഡേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ആപ്ലിക്കൻ്റ് ആയിട്ട് പോകും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷെ അവിടെ എന്ത് കിട്ടില്ല, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ആവേണ്ട ഒരു സമയം വരും. അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ വിൽ ബി ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഇതിൻ്റെയൊക്കെ ക്രൂഷ്യൽ ഡേറ്റ് എന്ന് മനസ്സിലാക്കുക. അതായത് മെയ് 11 അല്ലേ ലാസ്റ്റ് ഡേറ്റ്, അതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ്സുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത് ബേസ്
ബേസിക് ആയിട്ടുള്ള ഇൻവാലിഡ് ആവാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഇനി അടുത്ത റെയിൽവേയുടെ വെബ്സൈറ്റ് പ്രകാരം നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൽ ബി ലയബിൾ ഫോർ റിജക്ഷൻ ഓൺ ദ ഫോളോയിങ് ഗ്രൗണ്ട്സ് എന്നാണ് പറയുന്നത്. അവരുടെ കണ്ണിൽ എന്തൊക്കെയാണ് റിജക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത? അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവം വരും. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ അതിലെന്തുണ്ടായിരിക്കും? ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒന്നി നിങ്ങൾ എന്താണ് അക്സെപ്റ്റഡ് അല്ലെങ്കിൽ എന്തായിരിക്കും റിജക്റ്റഡ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അക്സെപ്റ്റഡ് അല്ലെങ്കിൽ റിജക്റ്റഡ്. ആ റിജക്റ്റഡ് ആവുന്ന കാരണങ്ങളാണ് അവരിങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നത്? ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്ന ആ കാരണങ്ങൾ ആദ്യം മനസ്സിലാക്കി ആ തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? വരുത്താതിരിക്കുക, മനഃപൂർവ്വം വരുത്താതിരിക്കുക. കാരണം പിന്നെ ഈ ഒരു റിജക്ഷൻ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിപ്പോഴേ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ടു ഡിഫറെന്റ് RRBs ഓർ സെയിം RRB. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാതിരിക്കുക. അതായത് നമുക്കറിയാം എത്രയോ RRBs ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ സോൺ അനുസരിച്ച് എത്ര RRBസിലേക്ക് നമുക്ക് ഇപ്പോൾ വാക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സോണിലെ അപ്ലൈ ചെയ്യാവും. നിങ്ങളൊക്കെ അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ചെന്നൈ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ ട്രിവാൻഡ്രം ഉണ്ട്, ചെന്നൈ ഉണ്ട്. എനിക്ക് രണ്ടിടത്തും അപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, അത് പോസിബിൾ അല്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയും ചെയ്യും. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാത്രമേ കൊടുക്കാവൂ. വാക്കൻസി അനുസരിച്ച് എവിടെയാണോ ഉള്ളത് അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടല്ലോ. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഉണ്ടാവാതെ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മുടെ ഐഡന്റിറ്റിയിൽ ഒരേ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ പോകാൻ പാടുള്ളൂ. നമ്മുടെ പേര് വെച്ച്, നമ്മുടെ അഡ്രസ്സ് വെച്ച്, നമ്മുടെ എന്തൊക്കെയാണോ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തത് അല്ലെങ്കിൽ പോസ്റ്റ് പ്രിഫറൻസ് വെച്ച് എന്തായാലും ഈ സോൺ പ്രിഫറൻസ് വെച്ചത് എന്തായാലും നമ്മൾ ഒരു ആപ്ലിക്കേഷനെ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ സച്ച് കാൻഡിഡേറ്റ് വിൽ ബി ഡീബാർഡ് ആണ്. ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് അവർ, ഡീബാർഡ് ഫ്രം ഓൾ ഫ്യൂച്ചർ RRB ആൻഡ് RRC എക്സാംസ്. ഫ്യൂച്ചറിലുള്ള എല്ലാ RRBയും അതുപോലെ തന്നെ റെയിൽവേയുടെ സെൽ വരെയുള്ള എക്സാമിനേഷൻ റിക്രൂട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ ഡീബാർ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആപ്ലിക്കേഷനെ പോകാൻ പാടുള്ളൂ. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ എപ്പോഴും അവർ പറയുന്നതാണ്. എപ്പോഴും നമുക്ക് റിജക്ഷൻ ഉണ്ടാവുന്ന രണ്ട് മാറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഫോട്ടോയും രണ്ടാമത്തത് സിഗ്നേച്ചറും. ഒന്ന് ഫോട്ടോയും രണ്ടാമത്തെ സിഗ്നേച്ചർ. അത് എന്തൊക്കെ ചെയ്താലും ചില സമയത്ത് നമുക്ക് എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞായിരിക്കും അവർ അടിച്ചു വധിക്കുന്നത്. ചിലപ്പം എന്താണ് ബ്ലർഡ് ഇമേജ് ആണ്, അല്ലെങ്കിൽ എന്താണ് സൈസ് സ്മോൾ ആണെന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് സൈസിൽ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക. സൈസ് കൃത്യമായി തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഡയമെൻഷൻ ആൻഡ് പിക്സൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആ പിക്സലിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കഫേയിലോ നിങ്ങളുടെ അടുത്തുള്ള സ്റ്റുഡിയോസിലോ ചെന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഒരു മിസ്റ്റേക്ക് മനഃപൂർവ്വം നിങ്ങൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻവാലിഡ് ഫോട്ടോഗ്രാഫാണ് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണ്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് പാടില്ല. not as per invalid photographs such as black and white photograph, photo older than 2 months ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഫേസ് റിക്കഗ്നൈസ് ചെയ്യാൻ ഫോട്ടോ ആണെങ്കിൽ എത്ര വർഷം ആയാലും ഇപ്പോൾ ഒരു 1 year അല്ലെങ്കിൽ 6 months ഇടയ്ക്കാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അവരിവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്ന 2 മാസത്തിൻ്റെ അടുപ്പിച്ചുള്ള ഒരു ഫോട്ടോ മാത്രമേ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. നമ്മളെ ഫോട്ടോയിൽ നമ്മളെ റിക്കഗ്നൈസ് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു നമ്മുടെ കോലത്തിൽ നിന്ന് നമ്മുടെ ഫോട്ടോയിൽ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും 1 വർഷത്തിൽ കൂടുതലൊന്നും ആവാൻ പാടില്ല. ഒരു 6 months 1 year ഗ്യാപ്പിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. അത് കഴിഞ്ഞ് എന്താണ് വിത്ത് ലെസ് സൈസ് ഫോട്ടോ വിത്തിൻ ഓവറോൾ ഫ്രെയിം. ആ ഫ്രെയിമിനുള്ളിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ബോക്സിനുള്ളിൽ നമ്മുടെ ഫുൾ ആ ഒരു പറയുന്ന പാസ്പോർട്ട് സൈസിൽ നമ്മുടെ ഫേസ് ഉൾപ്പെടെ നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണണം. ഡാർക്കോ അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റിങ്ങോ നോൺ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, എപ്പോഴും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ ഫോട്ടോ എടുക്കാവൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്നും അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഗ്രൂപ്പ് ഫോട്ടോഗ്രാഫോ ഡിസ്ട്രാക്റ്റിംഗ് ഷാഡോയോ എന്തെങ്കിലും മുഖത്തൂടെ എന്താണ് മുടിയൊക്കെ വന്ന് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ഇൻവാലിഡ് ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ സെന്ററിൽ തന്നെ ഫേസ് ചെയ്യണം. ലുക്കിംഗ് ടിൽറ്റ് ടുവേർഡ്സ് ഡൗൺവേർഡ്സോ താഴോട്ടോ ചരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റിജക്റ്റ് ആവും എന്നെടുത്ത് പറയുന്നുണ്ട്. അതൊന്ത് ചെയ്യുക? ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹെയർ അക്രോസ് ഐസ്, ഫേസ്, ഗ്ലെയർ ഓൺ ഐ ഗ്ലാസ്, ഇതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡാർക്ക് ഗ്ലാസസ്, പുവർ റെസൊല്യൂഷൻ, ബ്രൈറ്റ്നസ്, ഇതിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പോയി എന്ത് ചെയ്യുക? നന്നായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത മൂന്നാമത് വരുന്നത് എന്താണ്? സിഗ്നേച്ചറിന്റെ കാര്യമാണ്. സിഗ്നേച്ചർ എന്താണ് പറയുന്നത്? വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ, വൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിഗ്നേച്ചർ ഒപ്പിടേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ്. നോൺ ബ്ലാക്ക് കളർ സിഗ്നേച്ചർ, ബ്ലാക്ക് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇവർ ബ്ലാക്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്കിൽ പെന്ന് ഇടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ബ്ലാക്ക് ഓർ ബ്ലൂ ആണ് എന്താണോ നിങ്ങളടുത്ത് അവർ റെയിൽവേയുടെ സൈറ്റ് ചോദിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. യൂസ് ഓഫ് പിന്നെ എന്താണ്? നമ്മുടെ ഒപ്പിടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യില്ല? ഒരിക്കലും പേര് എഴുതി ഒപ്പിടരുത്. പേര് എഴുതി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഒപ്പിടാൻ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? റണ്ണിങ് ലെറ്റേഴ്സിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ?
ഒപ്പിടാൻ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. റണ്ണിങ് ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അല്ലാത്ത ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ നമ്മൾ ഒപ്പിടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താണ്, ഫുൾ ഇമേജും അതിൽ കാണാൻ പറ്റണം. സൈസ് തീരെ ചെറുതാവരുത്. ഇപ്പോൾ നമ്മുടെ പേര് ഇങ്ങനെയാണ് നമ്മൾ ഒപ്പിടണമെങ്കിൽ പോലും അത് അത്യാവശ്യം കാണുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, ഒപ്പിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഒപ്പിടാനായിട്ട് നോക്കിക്കൊള്ളുക. പിന്നെ എന്താണ്, കാൻഡിഡേറ്റ്സ് നെയിം അപ്പിയറിംഗ് ഇൻ ദ ഡീബാർഡ് ലിസ്റ്റ് ഓഫ് എനി RRB അല്ലെങ്കിൽ RRC. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ഇതുവരെയും ഡീബാർ ആയിപ്പെട്ടിട്ടില്ല. പക്ഷെ അങ്ങനത്തെ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവരും എന്താണ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര കണ്ടീഷൻസേ അവർ എടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൃത്യ ഡേറ്റിലായിരിക്കണം, ക്രൂഷ്യൽ ഡേറ്റിന് മുമ്പ് ഉള്ളതായിരിക്കണം. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അവർ പറയുന്ന അനുസരിച്ചായിരിക്കണം. ഏജ് ക്രൈറ്റീരിയ 18 to 30 ഇയേഴ്സ് ആണ് നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 18 to 30 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവും. ഇനി അഥവാ OBC റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ OBCയുടെ NCL സർട്ടിഫിക്കറ്റ് കാണിക്കണം. എങ്കിൽ മാത്രമേ റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആവൂ. അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി റിജക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ UR കാൻഡിഡേറ്റിൽ പരിഗണിക്കാൻ പറ്റില്ല. 33 വയസ്സുള്ള ഒരാളാണ് ആ ഒരു UR കാൻഡിഡേറ്റിൽ പോകണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി റിജക്റ്റഡ് ആണ്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ, ഡീറ്റെയിൽസ് ഓഫ് റിജക്റ്റഡ് ആപ്ലിക്കേഷൻ ക്യാൻ ബി വ്യൂഡ് ഓൺ ദ വെബ്സൈറ്റ് ഓഫ് RRB കൺസേൺ ബൈ ലോഗിങ് ഇൻ. പക്ഷെ എന്ത് ചെയ്യില്ല, അവർ പിന്നെ അതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനിങ് ചെയ്താലും അവരെന്ത് ചെയ്തില്ല, അതിനെ അഡ്രസ്സ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നോ ഫർദർ കറസ്പോണ്ട് ഷാൾ ബി എൻ്റർടൈൻഡ് ഓൺ ദ സബ്ജക്ട്. അതായത് റിജക്ഷൻ നടക്കുന്ന സമയമുണ്ടല്ലോ, ഈ പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വരുന്ന സമയത്ത് റിജക്റ്റഡ് ആണെങ്കിൽ അത് റിജക്റ്റഡ് ആയാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കാരണമില്ല. നിങ്ങൾ എന്തുകൊണ്ട് റിജക്റ്റ് ആക്കി എന്ന് നമുക്ക് അങ്ങോട്ട് പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് അവർ ഇപ്പോഴേ എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അഥവാ ഫീസ് അടച്ചാലും 500 രൂപയാണ് ഫീസ് വരുന്നതെങ്കിൽ 500 രൂപയും നമുക്ക് എന്ത് ചെയ്തില്ല, അവർ റീഫണ്ടിന് ഒരിക്കലും തരില്ല. നമ്മൾ റിജക്റ്റ് ആയാലും ആ റീഫണ്ട് പ്രോസസ്സ് എന്തായാലും നടക്കില്ല. അതുകൊണ്ട് അത് ആദ്യമേ മനസ്സിലാക്കിക്കോളുക. ഷോൾ ബി സെൻഡ് ടു ദ കാൻഡിഡേറ്റ്സ് SMS ആൻഡ് ഇമെയിൽ അലർട്ട് ഷോൾ ഓൾസോ ബി സെൻഡ് ടു ദ കാൻഡിഡേറ്റ്സ് ഓൺലൈൻ നോട്ട് ബി ഇൻറ്റിമേറ്റഡ് ബൈ പോസ്റ്റ്. അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൻ്റെ സമയത്തേ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനി SMS ആയിട്ടോ ഇമെയിൽ ആയിട്ടോ ഇനി മെയിലിൽ എന്തൊക്കെ മെസ്സേജ് വന്നാലും നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്, ഇപ്പോഴും കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്താണ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എല്ലാം കൃത്യമായി അറിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യാതുള്ളൂ, നമ്മുടെ പ്രോസസ്സ് നമ്മൾ കൃത്യമായി പോകാവൂ. നമ്മൾ വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്യുന്നത് വളരെയായിട്ടും എന്ത് ചെയ്യുക, കുറയ്ക്കുക. വീട്ടിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ലാബിൽ ചെയ്യാം എന്നുള്ള ഒരു ധാരണയൊക്കെ കുറയ്ക്കുക. കാരണം ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ കൃത്യ സൈസിൽ കിട്ടുമെങ്കിൽ, അതായത് നിങ്ങൾ ഓൺലൈൻ വഴി ആപ്പൊക്കെ യൂസ് ചെയ്ത് അതിനെ കൃത്യമായി തന്നെയാണ് ഡയമെൻഷനൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് അടുത്തുള്ള സ്റ്റുഡിയോസിലോ മറ്റും പോയി നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യുന്നതാണ്. ആ പറയുന്ന സൈസിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അപ്പോൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ച് റെയിൽവേ ALP ജോബ് നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ ALPയുടെ കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഒന്നീ ഓഫ്ലൈൻ കോഴ്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സസ് പഠിക്കുക, യൂട്യൂബിൽ നോക്കി പഠിക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഒരു ജോലി കിട്ടണമെന്ന ആഗ്രഹത്തിൽ തന്നെ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ മുന്നിൽ ഇനിയുള്ള ഒരു കാര്യം. അപ്പോൾ എന്തായാലും റെയിൽവേ ALP ടെക്നീഷ്യൻ്റെ റെയിൽവേയുടെ ലോക്കോ പൈലറ്റ് ആകാമെന്ന് പറയുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് ബാച്ച് നമ്മുടെ April 23 നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്, ദിശ അക്കാഡമി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ട് സിലബസ് കവറിങ്ങിലൂടെ PYQ സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ ഒരു റെയിൽവേയുടെ ALP ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും മനസ്സിലാക്കി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ ഒപ്പം നിന്ന് തന്നെ പഠിപ്പിക്കാനുള്ള ഫുൾ ഗൈഡൻസ് സപ്പോർട്ടും ആയിട്ട് നമ്മൾ ഉണ്ടായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, എത്രയും മുന്നേ നമ്മൾ പഠിച്ച് മുന്നേറുന്നോ അത്രയും മുന്നേ തന്നെ നമുക്ക് ജോലി കിട്ടും എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.